കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, കുടുംബാനുഗ്രഹത്തിന് തോബിയത്ത് തൻ്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന രണ്ടാമത്തെ കൽപ്പനയും നിർദ്ദേശവും 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, അമ്മയുടെ ഹിതം നോക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവൾ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. പ്രിയ നിറഞ്ഞവരെ, അമ്മയെ മറക്കരുത് എന്നുള്ള കൽപ്പനയാണ്, നിർദ്ദേശമാണ് രണ്ടാമതായി തോബിയാസിന് കൊടുക്കുന്നത്. കൃത്യമായി വചനത്തിലൂടെ നമ്മൾ കാണുന്നു, 10 മാസം അമ്മ നമ്മളെ സ്വന്തം ഉദരത്തിൽ ചുമന്നു എന്നൊരൊറ്റ കാരണം മതി. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ അമ്മമാരുടെ ഏതൊരു കുറവുകളെയും പോരായ്മകളെയും നമ്മൾ സ്വീകരിച്ച് സഹിച്ച് അമ്മയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ സമയം മാറ്റിവെക്കാനും നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാണ്. ഒരൊറ്റ കാരണം മതി. ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുവാനുള്ള കാരണക്കാരിയായ എൻ്റെ അമ്മ. ഒരുപാട് കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. ഒരു പക്ഷേ നമ്മുടെ അത്രയും എഡ്യൂക്കേഷനോ വിദ്യാഭ്യാസമോ ഒന്നും നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷേ അമ്മയെ മറക്കാതെ അവളെ സ്നേഹിക്കാനും ആദരിക്കുവാനും അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുവാനും സംരക്ഷിക്കുവാനും മക്കൾ തയ്യാറാകുന്നിടത്ത് ഇത് അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായി തീരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ അമ്മയോട് മക്കൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവിടുന്ന് ഈ പ്രഭാഷകന്റെ പുസ്തകം വിവരിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യ പ്രകാരം വായിക്കും: അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. 6-ാം വാക്യം. 9-ാം വാക്യം: അമ്മയുടെ ശാപം മക്കളുടെ ഭവനങ്ങളുടെ അടിത്തറ ഇളക്കും. 11-ാം വാക്യം: അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. 16-ാമത്തെ വാക്യം: മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രിയ നിറഞ്ഞവരെ, എത്രയോ മനോഹരമായിട്ടാണ് വചനം അമ്മയെ മറക്കാതെ അവളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ഞാൻ തയ്യാറാകുന്നിടത്ത് ഒരുപക്ഷെ എൻ്റെ ചിന്തകൾക്കോ എൻ്റെ യുക്തികൾക്കോ അപ്പുറത്ത് ഒരുപക്ഷെ അമ്മയുടെ സ്വഭാവത്തിൻ്റെതായ പ്രത്യേകതകൾ എനിക്ക് സ്വീകാര്യമല്ലെങ്കിൽ പോലും അവയെ ഞാൻ സഹിഷ്ണുതയോടുകൂടി സ്വീകരിച്ച് അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നിടത്ത് പ്രിയ നിറഞ്ഞവരെ, ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഇതാ വ്യക്തമായ വചനം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനമാണ്. ദിവ്യകാന്വേഷയുടെ മുമ്പിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മമാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ നമ്മുടെ വലിയ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മമാരെ മറക്കാതെ അവരെ സ്നേഹിക്കുവാനും അവരാദരിക്കുവാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും ബഹുമാനിക്കുവാനും അവളെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഒരു ചേർത്ത് പിടിക്കുവാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനും നമുക്ക് എപ്പോഴും സാധിക്കട്ടെ. ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിന് മാതാപിതാക്കളോട് ഞങ്ങൾ കടമകളെ മറക്കാതെ അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചതുവഴി കുടുംബം അനുഗ്രഹമാക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാലും. യേശുവേ നന്ദി. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. കുടുംബാനുഗ്രഹത്തിന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ തോബീയത്തിൻ്റെ ജീവിതത്തിൻ്റെ തോബീയത്ത് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും ദിവ്യകാരുണ്യ ഈശോനാഥ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ കൃപയും അനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിച്ചാലും. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ആണിപ്പഴുതിൽ വിരൽ തൊടുവാൻ
തിരുവിലാവിൽ കൈ ചേർക്കാൻ, ആണിപ്പഴുതിൽ വിരൽ തൊടുവാൻ, തിരുവിലാവിൽ കൈ ചേർക്കാൻ എന്നെ വിളിച്ചൊരു സകലേശ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. എന്നെ വിളിച്ചൊരു സകലേശ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. ആണിപ്പഴുതിൽ വിരൽ തൊടുവാൻ, തിരുവിലാവിൽ കൈ ചേർക്കാൻ എന്നെ വിളിച്ചൊരു സകലേശ, നീ എൻ്റെ കർത്താവും ദൈവവുമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.